എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? അബിൻ, ഇവിടെ ഇപ്പോ ഈ ബി.ജെ.പി. പ്രതിനിധിയാണെങ്കിലും താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. അല്ലല്ല, ഈ ട്രോളിയെ കുറിച്ച്, ഈ ട്രോളി ഞങ്ങൾക്കെതിരല്ലേ? നിങ്ങളെപ്പോ ഒരു ട്രോളിയുടെ കഥ പറയുന്ന ട്രോളി ഞങ്ങൾക്കെതിരല്ലേ? പറഞ്ഞോളൂ, എന്താ ട്രോളിയെ കുറിച്ച് പറയുമ്പോൾ ട്രോളി ഞങ്ങൾക്കെതിരല്ലേ? ഞാൻ ഉത്തരം പറയണ്ടേ ട്രോളിയെ കുറിച്ച്? കൊണ്ട് ഉപദ്രവമല്ലാതെ എന്തെങ്കിലും പറയൂ. ആ ട്രോളി ചുമന്നോണ്ടിരിക്കുന്ന ഫെനി നൈനാനെ കൊടുത്തു വിടുന്നുണ്ടോ? കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ ട്രോളി കൊടുത്തു വിടുന്ന ഫെനി നൈനാനെ കുറിച്ച് പറയുന്നുണ്ടോ? ആ ഫെനി നൈനാനാണ് വ്യാജ തിരുത്തൽ കാർഡ് ഉണ്ടാക്കി അബിൻ ബർക്കിയെ തോപ്പിച്ചത്. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? വ്യാജ തിരുത്തൽ കാർഡ് ഉണ്ടാക്കി അബിൻ ബർക്കിയെ തോൽപ്പിച്ച ഫെനി നൈനാനാണോ നിങ്ങളുടെ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സർക്കാരിന്റെ പോലീസ് തന്നെയാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ. അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. അബിൻ വർക്കിയിലേക്ക് കൂടി പോട്ടെ. അബിൻ, പാലക്കാട്ടെ UDFന്റെ വിജയം അത് ജമാഅത്തെ ഇസ്ലാമി SDPI നൽകിയ വിജയമാണെന്നാണ് ഇപ്പോൾ LDF പറയുന്നത്, അതുപോലെ തന്നെ BJPയും പറയുന്നത്. എന്താണ് മറുപടി? എനിക്ക് CPM-ന്റെ പ്രതിനിധിയോട് ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കാനുള്ളൂ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങൾ ഈ ഇന്ന് രാവിലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ വടകര പാലക്കാട് ഡീൽ, ആ ഡീൽ ഇപ്പോഴും നിലവിലുണ്ടോ? നിങ്ങൾ രാവിലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് വടകരയ്ക്ക് പകരമായി പാലക്കാട് BJPയെ സഹായിക്കാൻ വേണ്ടി കോൺഗ്രസ് ഇവിടെ മത്സരമില്ലാതാക്കി കോൺഗ്രസ് വോട്ടുകൾ മറയ്ക്കുന്നു എന്നുള്ളതായിരുന്നു. ഇന്ന് രാവിലെ 7:59 വരെയുള്ള CPM-ന്റെ വാദഗതി. അങ്ങനെ ഒരു ആരോപണം ഇപ്പോഴും CPM-നുണ്ടോ? അത് ആ ആരോപണത്തിൽ നിന്ന് നിങ്ങൾ മറിഞ്ഞോ? ആ ആരോപണം നിങ്ങൾ വിട്ടോ, പിൻവലിച്ചോ? എന്താണ് അതിന്റെ ഒരു അവസ്ഥ? ഈ വടകര പാലക്കാട് ഡീലിനെ സംബന്ധിച്ച ഒരു ആരോപണം ഇപ്പോഴും ഉണ്ടോ? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരിയായിപ്പോ എന്റെ സ്ഥിതി. ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പാലക്കാട് പോലെ BJP രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടുവരിക എന്ന് പറയുന്നത് BJPയെ സഹായിക്കാൻ എന്നാണ് ഞങ്ങളുടെ പ്രാഥമിക ടേക്ക്. അതെ, ഇത് തല്ലുകൊള്ളുമ്പോ ശരിയാകുന്ന ഞങ്ങൾ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി, ആ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ഘട്ടത്തിൽ ശ്രീധരൻ പോലൊരു സ്ഥാനാർത്ഥി അല്ല ഇത്തവണ മത്സരിച്ചു എന്നതുകൊണ്ട് അവരെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളും എന്നാണ് ഞങ്ങൾ കരുതിയത്. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറഞ്ഞു, ഒരിക്കലും BJP മൂന്നാം സ്ഥാനത്തേക്ക് പോകത്തില്ല, മാർക്സിസ്റ്റ് പാർട്ടിയെ നിങ്ങൾ മൂന്നാം സ്ഥാനത്താക്കണം. ഇതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാദം. ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും BJP മൂന്നാം സ്ഥാനത്താന്ന് പറഞ്ഞപ്പോഴും അല്ല, BJP ആണ് രണ്ടാം സ്ഥാനത്ത് വാദിച്ച് BJPയെ രണ്ടാം സ്ഥാനത്ത് നിലനിർത്താൻ വേണ്ടി അത്യധ്വാനം ചെയ്ത VD സതീശനാണ് ഡീലിന്റെ തലവൻ. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? അതുകൊണ്ട് VD സതീശൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ BJP മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന് CPM മാത്രമല്ല പറഞ്ഞത്, കെ മുരളീധരനും ചെന്നിത്തലയും പറഞ്ഞു. ഡീലല്ല പിന്നെ എന്താണ് രണ്ടാം സ്ഥാനത്ത് സതീശൻ പറഞ്ഞത്? അവിടെയാണ് ഞങ്ങൾ പറയുന്നത് BJPയുടെ ശക്തി നിലനിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മതന്യൂനപക്ഷങ്ങളിൽ വല്ലാത്ത ഭീതി ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് സമാഹരിച്ചു ചേർക്കുക എന്ന കുതന്ത്രം. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട് കുതിരവട്ടമല്ലല്ലോ. അതിന് SDPI ജമാഅത്തെ ഇസ്ലാമി എല്ലാം കൂടെ ചൂട്ടുപിടിച്ചു. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? ഇതെല്ലാം കൂടെ കൂടി വർഗീയതയുടെ ചെലവിൽ ഒരു താൽക്കാലികമായ ഒരു മൂലയ്ക്ക് ഒരു ചെറിയ വിജയം ഉണ്ടായി എന്ന് കഴിച്ചിട്ട് കേരളം മുഴുവൻ നിങ്ങൾ ജയിച്ചു എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കാർക്കും വേണ്ട. കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കപ്പുറതയില്ല. പാലക്കാടുണ്ടായ വിജയം തന്നെയായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോഴും ആ കളങ്കപ്പെട്ട വിജയം നിങ്ങൾക്കുണ്ടെങ്കിൽ കളങ്കരഹിതമായ മതനിരപേക്ഷ വോട്ടിന്റെ വിജയം ഞങ്ങൾക്കാ ഉള്ളത്. ശ്രീ കെ അനിൽകുമാർ, താങ്കൾ ഇപ്പോൾ പറഞ്ഞ വാദമായിരുന്നില്ല ഇന്ന് രാവിലെ വരെ പറഞ്ഞത്. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ വരെ CPM പറഞ്ഞിരുന്നത് വടകരയിൽ ഷാഫി പറമ്പിലിനെ BJP ജയിപ്പിച്ചു, അതുകൊണ്ട് BJP സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പാലക്കാട് ജയിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെയും നിങ്ങളുടെ പാർട്ടിയുടെയും ഇന്ന് രാവിലെ 7:59 വരെയുള്ള വാദഗതി. ആ വാദഗതിയിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയി എന്നുള്ളത് ഇവിടെ ഉറപ്പാണ്. ഇനി രണ്ട്,
താങ്കൾ എന്ത് ഒരു എത്ര കൗതുകകരമായ നിരീക്ഷണമാണ് നടത്തുന്നത്? ഒന്ന്, മനുഷ്യനായ നാണം വേണം. ഞങ്ങൾക്ക് ജയിക്കുകയും വേണം, BJP രണ്ടാം സ്ഥാനത്തും ആക്കണമെന്നൊക്കെ പറയും. ഞങ്ങൾ ഇതിന്റെ മുഴുവൻ ഹോൾസെയിൽ കച്ചവടക്കാരാണ്. അബിൻ, ഇപ്പൊ വടകര ഡീൽ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത് തൃശൂർ പാലക്കാട് ഡീൽ എന്നാണ്. ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം പറയൂ. അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. കറക്റ്റ് അല്ല, അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇത് ഒന്നാമത് ഈ തരാതരം പോലെ മാറ്റി ഒന്നിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് CPM-ന്റെ നിലപാട് മാറ്റം. അപ്പൊ ഞാൻ ശ്രീ കെ അനിൽകുമാറിനോട് പറയാനായിരുന്നു, ശ്രീ കെ അനിൽകുമാർ, BJP കഴിഞ്ഞ തവണ പിടിച്ച 50,000-ൽ നിന്ന് 39,000-ആയി അവരുടെ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 11,000 വോട്ടിന്റെ ഡിക്ലൈൻ ഉണ്ടായി. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുക. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 89,000 വോട്ട് പിടിച്ച് 18,000 വോട്ടിന്റെ മേൽക്കൈ ലഭിച്ചത്. BJP കേന്ദ്രങ്ങളിൽ നിന്ന് ആ വോട്ടുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിന് SDPI ആണ്, ജമാഅത്ത് ഇസ്ലാമി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ നാട്ടിലെ ഇത് കേൾക്കുന്ന ജനം മുഴുവൻ മണ്ടന്മാരാണെന്ന് ഓർത്താണോ നിങ്ങളൊക്കെ ഇരിക്കുന്നത്? BJP-യുടെ വോട്ട് 11,000 കുറഞ്ഞു, ഞങ്ങളുടെ വോട്ട് കൂടി. കഴിഞ്ഞ തവണ ശ്രീധരന് 50,000 വോട്ട് കിട്ടുമ്പോ പാലക്കാട് ശ്രീധരന് ന്യൂട്രൽ വോട്ടുകൾ അത് ഞങ്ങൾക്ക് ലഭിച്ചു. അതിനകത്ത് എന്താണ് സംശയമുള്ളത്? എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. അത് ഈ പാലക്കാട്ടെ ജനവിധി കാണുന്ന ആർക്കും തിരിച്ചറിയാൻ സാധിക്കും. ആ ന്യൂട്രൽ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കാനുണ്ടായ സാഹചര്യം ഒന്ന്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മേന്മയായിരുന്നു. രണ്ട്, BJP-യും CPM-ഉം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊണ്ടുവന്ന അനാവശ്യ വിവാദങ്ങളായിരുന്നു. അതിലൊന്നാണ് ട്രോളി. ഇപ്പൊ ശ്രീ കെ അനിൽകുമാർ സമയമെടുത്ത് ട്രോളിയുടെ മറുപടി പറഞ്ഞല്ലോ. ശ്രീ കെ അനിൽകുമാർ, നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഒരു പരാതി കൊടുത്തിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞല്ലോ. എന്തിയ ശ്രീ കെ അനിൽകുമാർ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് ആ ട്രോളിയുമായി ബന്ധപ്പെട്ട ഒരു FIR എടുത്തൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തതിന്റെ കാരണം എന്താണ്? കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ ആ CI ഇവിടെ കാലെ പിടിച്ചോണ്ടിരിക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു GD എൻട്രി ഇല്ലാതെ, ഒരു FIR ഇല്ലാതെ രാത്രി വനിതാ പ്രവർത്തകരുടെ റൂമിലേക്ക് കയറി സെർച്ച് എന്നും പറഞ്ഞ് പൊറാട്ട് നാടകം കാണിച്ചതിന്റെ പേരിൽ ആ CIയുടെ തൊപ്പി മാത്രമല്ല പണി പോലും തെറിക്കാൻ പോവുകയാണ്. നീ ഇങ്ങനെ നിരാശയല്ലടാ. നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. അങ്ങനെ വ്യാജമായ ഒരു ട്രോളി കഥയുമായിട്ട് നിങ്ങൾ വന്നിട്ടൊരു FIR നിങ്ങളുടെ സർക്കാരിന് എടുക്കാൻ സാധിച്ചിട്ടില്ല. ആ ട്രോളിക്കെതിരായി ജനം വിധി എഴുതി. ഭരണവിരുദ്ധ വികാരം, ന്യൂട്രൽ വോട്ടുകൾ ഭരണവിരുദ്ധ വികാരത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. അതാണ് പാലക്കാട് സംഭവിച്ചത്. ഇവരുടെ രണ്ടുപേരുടെ കുപ്രചരണങ്ങൾ, ട്രോളി, മദ്യം, നോട്ട്, സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. ഇത് മുഴുവൻ പാലക്കാട് ജനത തള്ളി. ഇതുപോലത്തെ പരിപാടികളൊക്കെ വന്നാലുണ്ടല്ലോ. അതോടൊപ്പം തന്നെ BJP ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു ധ്രുവീകരണമുണ്ട്. പ്രിയപ്പെട്ട BJP-യുടെ പ്രതിനിധി മനസ്സിലാക്കിക്കോ, ആ ക്രിസ്ത്യൻ മേൽക്കൈയുള്ള മേഖലകളിൽ മുഴുവൻ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ വോട്ട് കോൺഗ്രസിന് ലഭിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ആട്ടുംതോലിട്ട ചെന്നൈയുടെ രൂപം ഈ കേരളത്തിലെ എല്ലാ ജനവിഭാഗവും തിരിച്ചറിയും. ഇത് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും വിജയമാണ് പാലക്കാട് ഉണ്ടായത്. അങ്ങനെയാണ് 19,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത്. അതിന് കുത്തി കാണിച്ച് വർഗീയത എന്നും പറഞ്ഞ് കുറെ SDPI ജമാഅത്ത് ഇസ്ലാമി എന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ എന്തായി? വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.